ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഹൈലൈറ്ററിൻ്റെ പറ്റി നോക്കാൻ പോവാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഹൈലൈറ്റർ ഉണ്ട്. പൗഡർ ഉണ്ട്, ക്രീമുണ്ട്, അതല്ലെങ്കിൽ ലിക്വിഡ് ടൈപ്പും ഉണ്ട്. നോർമലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് മാക്ക് ഒരു ഡാർലിംഗ് എന്ന് പറഞ്ഞ ഒന്നാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ഒരു സട്ടിൽ ഗ്ലോ കിട്ടും. നാച്ചുറൽ നമ്മുടെ സ്കിൻ ഒരു ഗ്ലോയിങ് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഹൈലി റെക്കമെൻഡഡ് ആണ് ഇന്ത്യൻ സ്കിന്നിന് വേണ്ടി. പക്ഷെ ഇന്ന് ആക്ച്വലി ഇതല്ല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ വേറെ 2 ഹൈലൈറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട് അനസ്തേസിയ ബെവർലി ഹിൽസിൽ നിന്ന്. അപ്പം ഇതാണ്. അപ്പം ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ആക്ച്വലി കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ ഏത് ഹൈലൈറ്ററാണ് നല്ലത്, ലിക്വിഡ് ആണോ പൗഡർ ആണോ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ലിക്വിഡ് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് ലിക്വിഡ് ഹൈലൈറ്ററിൻ്റെ. പൗഡർ ഹൈലൈറ്റർ ഉപയോഗിക്കുമ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫാൻ ബ്രഷ് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഫാൻ ബ്രഷ്. ഇത് വെച്ച് ചെയ്യുമ്പം ഒരു നല്ലൊരു ഫിനിഷ് കിട്ടും. ലിക്വിഡ് ഹൈലൈറ്റർ ഉപയോഗിക്കുമ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുപോലത്തെ ബ്യൂട്ടി ബ്ലെൻഡർ, അതല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പാറ്റേൺ ചെയ്യാം. ഹൈലൈറ്റർ നമ്മൾ ചീക്ക് ബോണിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ അപ്ലൈ ചെയ്യും, പിന്നെ മൂക്കിൻ്റെ ബ്രിഡ്ജിൽ അപ്ലൈ ചെയ്യും. ചില ആൾക്കാർ ഇവിടെ ചുണ്ടിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും. ചില ആൾക്ക് ഐബ്രോസിൻ്റെ മുകളിൽ ലൈറ്റായിട്ട്, അല്ലെങ്കിൽ ഐബ്രോസിൻ്റെ അടിയിലും ചെയ്യാം. പക്ഷേ ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ കൂടുതൽ ചീക്ക് ബോണിൻ്റെ ഹയസ്റ്റ് പോയിന്റും മൂക്കിൻ്റെ ബ്രിഡ്ജിലും. അപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ മിനിമം ഉപയോഗിക്കുന്ന ഹൈലൈറ്റർ, അല്ലെങ്കിൽ ഭയങ്കര ഗ്രീസി ആയി തോന്നും. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ സൈഡിന് ഞാൻ പൗഡർ ഉപയോഗിക്കാൻ പോവാണ്, ഈ സൈഡിൽ ഞാൻ ലിക്വിഡ് ഉപയോഗിക്കാൻ പോകണം. എന്നിട്ട് നമുക്ക് 2 സൈഡ് വ്യത്യാസം ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഈ 4 കളേഴ്സ് ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ സ്കിന്നിന് ഗോൾഡൻ ഷാമ്പെയിൻ ഷെയ്ഡാണ് ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ ഡാർക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്യണം. പക്ഷേ നല്ല വെളുപ്പുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഷെയ്ഡ്സ് ഉണ്ട്. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മിനിമം ബ്രഷിൽ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അപ്ലൈ ചെയ്യണം. പക്ഷേ ഒരുപാട് ബ്രഷിൽ ഇട്ടിട്ട് നമ്മൾ ഫേസ് ഇട്ടാൽ പിന്നെ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലൈറ്റായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണം, ലെയറായിട്ട്. പൗഡർ മാത്രം നമ്മൾ സ്ട്രെയിറ്റ് ഡയറക്റ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു വെരി സട്ടിൽ ഗ്ലോ കിട്ടും. ഭയങ്കര എടുപ്പൊന്നുമില്ല, ഓവറായിട്ട് തോന്നത്തില്ല. പക്ഷേ നമുക്ക് ഇത്തിരി കൂടി ഇൻറ്റൻസിഫൈ ചെയ്യണമെങ്കിൽ, മീനിങ് കുറച്ചുകൂടെ ഒരു ഗ്ലോ വേണമെങ്കിൽ, നമുക്ക് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് പൗഡർ ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതലൊരു എടുപ്പ് വരും. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പം ബിഫോർ. ഇതാണ് ആഫ്റ്റർ. അടുത്തത് നമ്മൾ ലിക്വിഡ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഫിംഗർ ഉപയോഗിക്കാൻ പോവാണ്. അതല്ലെങ്കിൽ നമുക്ക് വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കാം കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യാൻ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ലിക്വിഡ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നോർമലി പൗഡറാണ്, അതാണ് എൻ്റെ പ്രിഫറൻസ്. പക്ഷേ ഇത് ട്രൈ ചെയ്യാൻ പോവാണ്. ചെറിയ ഡോട്ടായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. അത് കഴിഞ്ഞ് ഫിംഗർ കൊണ്ട് അത് സ്പ്രെഡ് ചെയ്യും. വലിയ ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല, ചെറിയൊരു ഗ്ലോ ഉണ്ട്. അത് കുറച്ചുകൂടി ഇൻറ്റൻസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കാൻ പോവാണ്. അത് വെച്ച് ഒന്ന് ട്രൈ ചെയ്യാം.
പാറ്റിംഗ് മോഷൻ ചെയ്യണം. ബിക്കോസ് നമ്മൾ ഫൗണ്ടേഷൻ അടിയിൽ അപ്ലൈ ചെയ്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയാണ് പാറ്റിംഗ് മോഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലിക്വിഡ്, ഇതാണ് പൗഡർ. അപ്പോൾ രണ്ടെണ്ണം ട്രൈ ചെയ്തു, പൗഡറും ലിക്വിഡും. എൻ്റെ പ്രിഫറൻസ് പൗഡറാണ്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു ഫിനിഷ് കുറച്ചൊരു എടുപ്പുണ്ട് ആൻഡ് ഒരു ഗ്ലോ ഉണ്ട്. എനിക്ക് ലിക്വിഡ് അത്ര ഇഷ്ടമായിട്ടില്ല. ഈ സൈഡ് ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷേ അങ്ങനെ വലിയ വ്യത്യാസമില്ല. ഇതിടുമ്പം നമുക്ക് സട്ടിൽ ലുക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. അത് മാത്രമല്ല, ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അത് നമ്മൾ പാറ്റേൺ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൗഡറാണ് കുറച്ചുകൂടി ബെറ്റർ. ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ പൗഡർ ആയിരിക്കും ബെറ്റർ, ബിക്കോസ് അത് നമ്മൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യും. പക്ഷേ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതായിരിക്കും ബെറ്റർ. അപ്പം നമ്മളെ സ്കിന്നനുസരിച്ച് നമ്മൾ ഇത് സെലക്ട് ചെയ്യണം. എൻ്റെ പ്രിഫറൻസ് പൗഡറാണ്. അത് ചിലപ്പോൾ ഞാൻ പണ്ട് തൊട്ട് പൗഡർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും എൻ്റെ പ്രിഫറൻസ്. പ്ലീസ് ഡിസൈഡ് വാട്ട് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ യുവർ സ്കിൻ ടൈപ്പ് ബൈ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്. പിന്നെ മറ്റേ കാര്യം, ബ്രഷസിൻ്റെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്രഷസിൻ്റെ പറ്റി. ബ്യൂട്ടി ബ്ലെൻഡർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, കുറച്ച് ടിപ്സും അതിൻ്റെ പറ്റി ഉണ്ട് വേറെ വീഡിയോ. അത് ഞാൻ ലിങ്ക് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. If you have any other makeup tutorial requests, please comment below. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. If you like this video, please give me the thumbs up and subscribe to my channel. Till next time, bye!